നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ നിന്റെ ഭാര്യയും കുട്ടി വാടക വീട്ടിൽ താമസിക്കാൻ പോകുന്നു പറയാൻ ധൈര്യം ഉണ്ടോടാ നിനക്ക്? ഉണ്ടെങ്കിൽ ഭാമയുടെ മുഖത്തൊക്കെ ഇപ്പൊ പറയടാ, പറ. കുടുംബമായിട്ടാണോ സ്വാമി സന്യാസത്തിന് പോകാൻ തീരുമാനിച്ചത്? അടിച്ചു ഞാൻ. സത്യം പറയടാ, നീ ശാലിനിയോടൊപ്പം വേറെ വീട്ടിലോട്ട് മാറി താമസിക്കാനല്ലേ ഈ വേഷം കെട്ടല്? കുഞ്ഞ് ദൈവദോഷം പറയരുത്. ഓടി കുഞ്ഞ്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീ. അതെ മകനെ, അഭിനയിക്കാൻ നല്ല വശമാ, കഴിവുണ്ട്. ഇവന് ശാലിനിക്കും താമസിക്കാൻ വേണ്ടി ഒരു വാടക വീടിന് ഇന്നലെ കൊണ്ട് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ഈ സ്വാമിയാര് എന്നിട്ടാ സ്വാമി ഹിമാലയ സാനുക്കളിലേക്ക് തപസ്സരിക്കാൻ പോന്നു പറഞ്ഞ് എഴുന്നള്ളിച്ചത് ഇങ്ങോട്ട്. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അമ്മയോ? അമ്മ അപ്പൊ പിന്നെ കുഞ്ഞും മാതാവും ഒക്കെ അങ്ങ് മാറിയോ? നിന്റെ അഭിനയൊന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടോ. അഭിനയിക്കുന്നു എന്റെ അടുത്ത്. ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞത്? ഇതിലെന്റെ അവലും ഭസ്മോ ഇങ്ങോട്ട് തരാൻ. ഞാനൊന്ന് നോക്കട്ടെ അതിന്റെ അവലും ഭസ്മോ എന്തൊക്കെയാണെന്ന്. അല്ല അത് അല്ല അതിന്റെ അവല് അവന്റെ ഒരു വില് മണ്ണം കട്ട അവല്. അല്ല അതൊക്കെ തരൂ. മാറില്ല അങ്ങോട്ടെ, അടിച്ചു കേട്ടല്ലോ അവന്റെ ഒരു അവല്. കണ്ടില്ലേ അവന്റെ ഒരു അവല്, നിന്റെ ഒരു അവല്. എല്ലാം ത്യജിച്ച് ഹിമാലയ സാനുക്കളിൽ കായ്കനികളും ഭക്ഷിച്ച് ജീവിക്കുന്നവന് കണ്ടില്ലേ കാശ്, സ്പ്രേ, ചീപ്പ്. കണ്ടില്ലേ അവരെ കായ്കനി ഭക്ഷിക്കാൻ പോകുന്നതിന് കാശ്. എന്തിനാണ് നിനക്ക് ഈ കാശ്? പിന്നെ പെർഫ്യൂമും പൗഡറും ഇട്ട് തപസ്സിരിക്കുന്ന സന്യാസി. ഇതൊക്കെ ഇട്ടുകൊണ്ട് തപസ്സിരിക്കുന്ന എത്ര സന്യാസിമാരുണ്ടടാ നമ്മുടെ ഭാരതത്തില്? പറയടാ. നീ തപസ്സിരിക്കാൻ പോവാണോ സിനിമയിൽ അഭിനയിക്കാൻ പോവാണോ? അത് പിന്നെ സന്യാസത്തിന് പോലെ കാശ് വേണ്ടേ? അവിടെ ചെന്ന് കായിനീടൊക്കെ ഭക്ഷിക്കണമെങ്കിലേ അവിടെ ചെന്നാലേ പറ്റുള്ളൂ. അതുവരെ എന്റെ ചെലവുകളൊക്കെ നടത്താൻ വേണ്ടിട്ട് ഈ കാശ്. പിന്നെ ദേഹത്ത് മണമടിക്കാതിരിക്കാൻ വേണ്ടിട്ടേ. നീ കള്ളാ പറയുന്നത്. നീ നിന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാൻ വേണ്ടിയാ ഈ നാടകം മുഴുവൻ കളിക്കുന്നത്. നോക്ക, നീ എന്റെ മുന്നിൽ നിന്ന് ഈ കാണിച്ചു കൂട്ടിയതൊക്കെ ഞാൻ ക്ഷമിച്ചെന്ന് വരും. പക്ഷെ എന്നെ വിഡ്ഢിയാക്കാൻ നോക്കിയാലുണ്ടല്ലോ വിഷ്ണു, അത് ഈ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. നീ വാടകയ്ക്ക് വീടെടുത്തെന്ന് പറഞ്ഞ സത്യമാണോ? എടാ സത്യമാണോന്നാ ചോദിച്ചത്. പറഞ്ഞു കൊടുക്കണ അങ്ങോട്ട്. എല്ലാം ഞാൻ അറിഞ്ഞു, ഇനി ഒളിക്കൊന്നും വേണ്ട. എടാ പറയടാ, സത്യമാണോ? അതെ, ആ സത്യം.
എടാ എന്നാ പിന്നെ നീ എന്തിനാടാ ഇങ്ങനൊരു കോമാളി വേഷമൊക്കെ കെട്ടി ഈ പേക്കുത്ത കാണിക്കുന്നേ? ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞൂടെ? നീയേ ഒരു അന്യ പെണ്ണെ കൊണ്ടല്ലോ കൂടെ താമസിക്കാൻ വേണ്ടി പോയത്. നീ താലിയിട്ട പെണ്ണല്ലോ അവള്. ഈടാ ആ ഒരു ചങ്കൂറ്റം പോലും കാണിക്കാൻ പറ്റാത്ത നീയൊക്കെ എന്തിനാടാ ഈ ഭൂമിക്ക് ഭാരമായിട്ടിരിക്കുന്നേ? രാഘവട്ടാ ആമേ, ഞാൻ ഇത്രയെങ്കിലും പറയണ്ടേ? ഇല്ലെങ്കിലേ കുറെ കൂടെ കഴിയുമ്പോ നാട്ടുകാർ എന്നോട് ചോദിക്കും, ഇവന് നട്ടെല്ലാം വരെ വാഴപ്പിണ്ടിയാണ് വച്ചേക്കുന്നതു. അച്ഛാ, ഇല്ലെങ്കിൽ പറയടാ, നീ നിന്റെ ഭാര്യയും കുട്ടി വാടക വീട്ടിൽ താമസിക്കാൻ പോകുന്നു പറ. പറയാൻ ധൈര്യം ഉണ്ടോടാ നിനക്ക്? ഉണ്ടെങ്കിൽ ഭാമയുടെ മുഖത്തൊക്കെ ഇപ്പൊ പറയടാ, പറ. എതിർത്തുകൊണ്ട് ഒരു വാക്ക് പോലും പറയാത്ത മകന് വീണ്ടും അമ്മയിൽ നിന്ന് അകറ്റിന്നൊക്കെ പരാതി ഉണ്ടാവും. പഴികൾ പലതും കേൾക്കേണ്ടിയും വരും. എന്നാലും സത്യയുടെ മനസ്സിലെ സംശയങ്ങളെല്ലാം അകറ്റി അവൾക്ക് മുന്നിലേക്ക് ഇതാണ് സത്യമോളെ നിന്റെ അച്ഛനെന്ന് പറയിക്കാൻ ഒരവസരം ഒരുക്കണം, സത്യയ്ക്ക് വേണ്ടി മാത്രം. ഇല്ലെങ്കിൽ അവളുടെ മനസ്സ് അവളിൽ നിന്ന് പോലും കൈവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അമ്മ അനുഭവിച്ച കണ്ണീരിന്റെ ബാക്കിയായി ഞാനും ശ്യാമയും വന്നതുപോലെ സത്യയും പപ്പിയും വന്നുകൂടാ. ദുഃഖങ്ങളൊക്കെ ഇവിടം കൊണ്ട് അവസാനിക്കണം. തന്റെ തുടക്കമാവട്ടെ ഈ വീട് മാറൽ. അമ്മേ, അമ്മ എന്താ ആലോചിക്കുന്നത്? നമുക്ക് പോണ്ടേ? പോകാം, കുറച്ചുകൂടി കഴിയട്ടെ. നമ്മൾ മാത്രമല്ലേ പോകുന്നുള്ളൂ, പിന്നെ ആരെ അമ്മ നോക്കിയിരിക്കുന്നത്? മോളെല്ലാം ബാഗിലെടുത്ത് വെച്ചോ? എല്ലാം എടുത്തു വെച്ചു. ശാരദാമ്മ പറഞ്ഞു ഒന്നും കൂടി എല്ലാം നോക്കാൻ, അതും നോക്കി. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നില്ല. മോള് മൊബൈലിന്റെ ചാർജർ എടുത്തോ? എടുത്തു. എന്നാലും അമ്മ ചോദിച്ചല്ലേ. ദാ ഈ ബാഗ് ഒന്ന് പിടിച്ചേ. ഇതിപ്പോഴൊന്നും ഇവിടുന്ന് പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ശാരദാമ്മേ. ഇവളെന്തൊക്കെയാടി പറഞ്ഞോണ്ട് പോണേ? ഒരുങ്ങി നിന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാത്തതിന്റെ പരിഭവം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.